എപ്പോഴാണോ മുദ്രകൾ കൊണ്ട് ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ അഭിനയവും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ ഒരു 5 മിനിറ്റ്സ് പീസോ 2 മിനിറ്റ്സ് പീസോ ചെയ്ത് ഒരു യൂട്യൂബിലോ അല്ല ഒരു ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇറ്റ് ക്രിയേറ്റ്സ്. കയറുമ്പോഴേ എപ്പോഴാ അരങ്ങേറ്റം, കയറുമ്പോഴേ എപ്പോഴാ ഞാൻ സ്റ്റേജിൽ പോവാ, ഇല്ല എപ്പോഴാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റും. ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമാണ് നൃത്തം എന്ന് പറയുന്നത്. ഏറെ നൃത്തരൂപങ്ങൾ ഉൾപ്പെട്ടതാണ് നടനം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി സർ എണീച്ച് നിന്നോന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക്. ഇറ്റ് വാസ് മോർ ഓഫ് ഒബ്സർവേഷൻ ദാൻ ആക്ച്വലി ലേണിംഗ്. കണ്ട് പഠിച്ചതാണ് ദാൻ ലിറ്ററലി ലേണിംഗ് ഫ്രം ഹർ. ആൻഡ് എൻ്റെ ടീച്ചർ എപ്പോഴും പറയും ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്റ്റുഡൻറ്റിന്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കാനൊന്നുമില്ല, എവറിത്തിങ് ഈസ് അവൈലബിൾ. ദേ ക്യാൻ നമ്മൾ പഠിപ്പിച്ച രീതിയിൽ ഇപ്പോൾ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. They will leave you in no time. Online is something that is inevitable post-COVID for sure. Dance, I personally feel it is something that you learn in person. എല്ലാവർക്കും നമസ്കാരം. ഒരു നടനത്തിൻ്റെ സൗന്ദര്യത്തെ, സൗഭാഗ്യത്തെ, സംവേദനശീലത്തെ, ഇവരുടെ അനുഭവത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ, അത് മോഡറേറ്റ് ചെയ്യാൻ എനിക്കൊരവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം നടനത്തിൻ്റെ ലാവണ്യധാരകൾ എന്നാണ്. അതിബൃഹത്തായ വളരെ വിശാലമായ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാട്യരസസ്ഫൂർത്തി, അതിൻ്റെ കാലികമായ പരിണാമങ്ങൾ, രസനിഷ്പത്തി തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഉൾച്ചേർന്ന ഒരു വിഷയം കൂടിയാണിത്. നടനത്തിൻ്റെ ലാവണ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നർത്തനത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭാവസൗകുമാര്യവും ഒക്കെ ഉൾച്ചേർന്ന ഒന്നാണ്. എല്ലാവർക്കും അറിയാം, അംഗിക വാചിക ആഹാര്യ സാത്വികങ്ങളിലൂടെ, ചതുർവിധാഭിനയങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരു നർത്തകൻ, ഒരു നർത്തകി അവരുടെ കഥാപാത്രത്തിൻ്റെ വികാരങ്ങളെയും ആശയങ്ങളെയും പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നർത്തനം പൂർണ്ണമാവുന്നത്. അത് അതേപോലെ തന്നെ സംവേദനം ചെയ്യാനും അവർക്ക് സാധിക്കണം. അതാണ് ലാവണ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേവലമായ ഒരു സൗന്ദര്യത്തെ, ബാഹ്യ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ഭാവഗരിമ, അംഗഭംഗി, താളം, ലയം, ഔചിത്യദീക്ഷ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു രസസ്ഫൂർത്തി, ഇതിൻ്റെയൊക്കെ സമന്വയമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ കാതൽ എന്ന് നമുക്ക് പറയാം. നൃത്തകലയുടെ, നടനകലയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, വേട്ടയാടി വയറു നിറച്ച പ്രാക്തന മനുഷ്യൻ തീക്ക് ചുറ്റും ചുമലത്ത് വട്ടമിട്ട് നിന്ന് അവരുടെ വൈകാരിക വിക്ഷോഭങ്ങളെ താളാത്മകമായി സന്നിവേശിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലത്തിൽ നിന്ന് ഇന്ന് കാണുന്ന നടനത്തിൻ്റെയും സൗകുമാര്യത്തിൻ്റെയും അതിൻ്റെ ശുദ്ധനൃത്തത്തിൻ്റെയും ഒരു തലത്തിലേക്ക് എത്തുന്നത് നിരന്തരമായ കാലങ്ങളിലൂടെയുള്ള നിരന്തരമായ മാറ്റങ്ങൾ തന്നെയാണ് അതിന് കാരണം. വി.എസ്. ശർമ്മ സർ ഒരു രസകൈരളി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാണോ സ്വരിക്കാൻ തുടങ്ങിയ കാലം, കണ്ഠനാളത്തിൽ നിന്ന് സ്വരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ നാദവും ഗീതവും ഉണ്ടാവുകയും എപ്പോഴാണോ മുദ്രകൾ കൊണ്ട് ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയത് അന്നു മുതൽ അഭിനയവും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ആശയവിനിമയത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എച്ച്.എൻ. ശ്രീവാസ്തവയുടെ ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബയോളജി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു നരവംശാസ്ത്ര സമീപനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്ന് കൽഹാരി മരുഭൂമിയിലുള്ള ബുഷ്മൻ വർഗക്കാർ കൂടെ നായാടി നടക്കുന്ന സമയത്ത് കൂടെയുള്ള കൂട്ടുകാരെ അവരുടെ അടുത്ത സമീപത്ത് മൃഗങ്ങളുണ്ട് എന്ന് അറിയിച്ചത്, നിശബ്ദമായി അറിയിച്ചത് ചില മുദ്രക്കൈകളിലൂടെയാണ് അത്രേ. അദ്ദേഹം പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞത് മാൻ, പൂവങ്കോഴി, ഒട്ടകപക്ഷി എന്നൊക്കെ. അവരൊന്നും നാട്യശാസ്ത്രം പഠിച്ചിട്ടല്ല, പക്ഷേ
അത്തരത്തിലുള്ള മുദ്രാഭിനയ രീതികൾ ആശയവിനിമയ കാലത്ത് അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിരന്തരമായ മാറ്റം ഒരുപക്ഷെ നടനകല ആയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണതിയായി നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കോവിൽ വഴക്കത്തിലൂടെയും കൊട്ടാര വഴക്കത്തിലൂടെയും അതുപോലെ ജനകീയ കലാസമ്പ്രദായത്തിലേക്കും നൃത്തം മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു നൃത്തം ഇന്ന് ജനകീയ നാട്യ കലാസമ്പ്രദായത്തിലാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമാണ് നൃത്തം എന്ന് പറയുന്നത്. അത് നമുക്കറിയാലോ, ഒരു ആഗോള പ്രതിഭാസമാണ്. ഏത് നൃത്തവും രൂപപ്പെടുന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിനനുസരിച്ചായിരിക്കും ആ നൃത്തത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. ഇപ്പം ഏത് സ്ഥലത്താണോ ആ ഒരു നൃത്തം രൂപപ്പെടുന്നത് അതിൻ്റെ സാംസ്കാരിക രീതികളോട് തീർച്ചയായിട്ടും വളരെയധികം ബന്ധപ്പെട്ടതാണ് നൃത്തം. ഇപ്പോൾ ഭരതനാട്യമായാലും അല്ലേ, തമിഴ്നാടിൻ്റെ ഒരു പാരമ്പര്യം, മോഹിനിയാട്ടമാവുമ്പോൾ കേരളത്തിൻ്റെ പാരമ്പര്യം, കഥക്കാവുമ്പോൾ അവിടെ ആ നൃത്തരൂപത്തിൻ്റെ ചുറ്റുമുള്ള അവരുടെ ഒരു പാരമ്പര്യം ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് നൃത്തം അതിൻ്റെ രീതികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. സാധാരണ കഥക്ക് നൃത്തമൊക്കെ ഒരു നടനം എന്നുള്ള വലിയൊരു ടോപ്പിക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. നടനത്തിൽ ഒരു നൃത്തരൂപം മാത്രമല്ലല്ലോ, ഏറെ നൃത്തരൂപങ്ങൾ ഉൾപ്പെട്ടതാണ് നടനം എന്ന് പറയുന്നത്. ഇപ്പം കഥക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പറയില്ല എന്തുകൊണ്ടാണ് അതിൽ സൂക്ഷ്മാഭിനയം ഇല്ലാത്തത് എന്ന്. കാരണം കഥക്ക് എന്നുള്ള നൃത്തരൂപം ഫുട് മൂവ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അതിനാണ് പ്രാധാന്യം. അതിൽ എന്തുകൊണ്ട് സൂക്ഷ്മാഭിനയം ഇല്ല എന്ന് ആരും ചോദിക്കില്ല. അതേപോലെ ഭരതനാട്യത്തിലും കഥകളിയിലും മോഹിനിയാട്ടത്തിലും ഉള്ള അഭിനയ സമ്പ്രദായങ്ങളും അതിൻ്റെ ലാവണ്യശാസ്ത്രവും വളരെ വ്യത്യസ്തമാണ്. ഓരോന്നും വേദിക്കനുസരിച്ച്, ചെയ്യുന്ന രീതിക്കനുസരിച്ച്, അവതരണ തലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഓരോ അഭിനയ രീതിയിലും ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്കറിയാം. സാധാരണ ഓട്ടത്തിൽ പൊട്ടനായവനെ പിടിച്ച് ചാട്ടത്തിൽ കേമനാക്കരുത് എന്ന് പറയരുത്. അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സാംസ്കാരിക പൈതൃകത്തിന് അനുഗുണമായ ഇത്തരം കലകൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായ വ്യത്യസ്തമായ അംശങ്ങളിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു കലാരൂപം തന്നെ വ്യത്യസ്ത ശൈലികളിൽ പലയിടങ്ങളിലും പ്രചരിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത ശൈലികളിൽ പ്രചരിക്കുന്ന ഈ കലാരൂപങ്ങൾ നമുക്ക് അതിനെയൊക്കെ ഒന്നാക്കി തീർക്കാൻ പറ്റുമോ? അതിനെയൊക്കെ ഒന്നാക്കി ഒരു കുപ്പിയിലിട്ട് വെക്കേണ്ടതാണോ? അതാണോ കലയുടെ ധർമ്മം? എന്നിങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ നമ്മോടൊപ്പം ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നേരത്തെ ഇവിടെ അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട ശ്രീകാന്ത് സാർ, അശ്വതി ശ്രീകാന്ത് രണ്ടുപേരുമാണ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണായി വാര്യരുടെ പദം കടമെടുത്ത പോലെ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സാഹിത്യം കടമെടുക്കുന്നത് പോലെ, വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കൻ ഉമയ്ക്ക് ഹരൻ നളനോർക്കിൽ നിനക്കും, അതുപോലെ രത്നകനകങ്ങളുടെ ഘടനയായ ഇവരുടെ താളലയ സമ്മിശ്രമായ അതിമനോഹരമായ നാട്യപാടവം പലയിടങ്ങളിലും ദേശവിദേശങ്ങളിലായി അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിവിധങ്ങളായ പരിഷ്കാരങ്ങളും പ്രവണതകളും അവരുടെ നൃത്തത്തിൽ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചെല്ലാം അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. ശ്രീകാന്ത് സർ, നാട്യത്തിൻ്റെ ഈ ഒരു പ്രയാണത്തിൽ സാറിന് പണ്ട് ഉണ്ടായിരുന്ന പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന നാട്യാനുഭവങ്ങളും ഇന്ന് എങ്ങനെയാണ് സാറിന് ആ അനുഭവം? പുതിയ കാലഘട്ടം, ജെൻസിയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പുതിയ കുട്ടികൾക്ക് എങ്ങനെയാണ് അത് സംവേദനം ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ? നമസ്കാരം. മൈ മദർ ടങ് ഇസ് തമിഴ്. അത്യാവശ്യം മലയാളം സംസാരിക്കാൻ തുടങ്ങി ഞാൻ. ഇത്തിരി ധൈര്യം ഉണ്ടായിരുന്നു. സുമിതയുടെ മലയാളം കേട്ടിട്ട് എനിക്കിപ്പോൾ പകുതി മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് ഐ ഷുഡ് സ്വിച്ച് ഓവർ ടു ഇംഗ്ലീഷ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ടോക്ക് ഇൻ മലയാളം. I will alternate between Tamil and English and Malayalam. ഞാൻ പഠിച്ചത് എൻ്റെ 8 വയസ്സിലാണ് ഞാൻ തുടങ്ങിയത് ഭരതനാട്യം. ട്രഡീഷണലി ഭരതനാട്യം ആ കാലത്ത് നട്ടുവനാർസാണ് പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ. ദേ ഓൺലി ടീച്ച് ഡാൻസ്, മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് എക്സെട്ര. ദിസ് ഇസ് വെരി കോമൺ. ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഇല്ല. അവരുടെ കമ്മ്യൂണിറ്റി പീപ്പിൾ ദേ ഡു ഓൺലി ദിസ്.
ആൻഡ് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് അതർവൈസ്. സോ അങ്ങനത്തെ ഒരു നട്ടുവനാർ അവരുടെ അടുത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഇൻ ഭരതനാട്യം വി സേ എ മാർഗം. ആഫ്റ്റർ ഡൂയിങ് ഓൾ ദ ബേസിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫുൾ മാർഗം അലാരിപ്പ് മുതൽ തില്ലാന വരെ പഠിക്കുന്നത് മാർഗം എന്ന് നമ്മൾ പറയും. അതുവരെ ഞാൻ സാറിനടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അക്കാലത്ത് വെരി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഒരു പ്രാവശ്യം കൂടി സാർ എണീച്ച് നിന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക്. ഇപ്പം നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടു ഫ്രേസ് എ വേർഡ് ഓർ ടു ഫ്രേസ് എ സെൻറ്റൻസ് ഓർ എ പാരഗ്രാഫ് ഇസ് നോട്ട് ഡിഫിക്കൾട്ട്. പക്ഷെ ഒട്ടും അറിയാത്ത, ഡാൻസിന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിയാത്ത ഒരു സ്റ്റുഡൻറ്റ് വന്ന് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ആ ബേസിക്സ് മുതൽ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഒരു കുറേ ഐറ്റംസ് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു കഴിവ് they had. I still wonder how they could do that. It is still a mystery for me. I hope you are able to follow me. ഞാൻ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ so it was like that. അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് ഞാൻ പഠിച്ചു വളർന്നത്. From there we moved like to two three different teachers, and I had my final training, specialized training under the legendary Padma Subramaniam madam. അവരുടെ അടുത്ത് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് മോർ ഓഫ് ഒബ്സർവേഷൻ ദാൻ ആക്ച്വലി ലേണിംഗ്. അവർ കുറേ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ നട്ടുവാങ്ങം ചെയ്തിട്ടുണ്ട്, വോക്കൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ കണ്ട് പഠിച്ചതാണ് ദാൻ ലൈക്ക് ലിറ്ററലി ലൈക്ക് ലേണിംഗ് ഫ്രം ഹർ. ഇരുന്ന് അവർ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചതും വളരെ കുറവാണ്. ആൻഡ് എൻ്റെ ടീച്ചർ എപ്പോഴും പറയും ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്റ്റുഡൻറ്റിന്. What you learn in class is not enough. So when you're with a teacher, you have to observe the way they talk, the way they move, the way they conduct themselves in public. Everything matters. And not just that, when you walk outside, when നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇല്ല ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ ഇല്ല ഒരു മാർക്കറ്റിന് പോകുമ്പോഴോ you observe people, like how they like move about doing things. എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റൈലൈസ്ഡ് വേർഷനാണ് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്നത് ആസ് ഡാൻസേഴ്സ്. സോ ഇറ്റ് വാസ് ഫ്രം ലൈക്ക് ദ നട്ടോനാർ ടൈം ടു Padma Subramaniam itself was like a big change for me. And now from there to the current generation when I teach, as she rightly put it, Gen Z, it's very very different because everything is available very easily. Social media തുറന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ ഒന്നുമില്ല, everything is available. They can learn everything watching online. So it's become so easy. So to get students and to keep up their interest and to train them so that they stick on to you for at least a while is becoming more and more difficult these days. ആ ഇൻട്രസ്റ്റും നമ്മൾ വല്ലാതെ നമ്മൾ പഠിപ്പിച്ച രീതിയിൽ ഇപ്പോൾ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. They will leave you in no time because, as I said, it's available very easily outside. So to keep up the interest at the same time, വല്ലാതെ ഡൈല്യൂട്ട് ചെയ്യാത്ത അവർക്കത് പഠിപ്പിച്ചും കൊടുക്കണം. For them to carry forward is a bit of a challenge. I think we are also updating ourselves how to go about doing this. ടീച്ചിങ്ങിൽ എങ്ങനെയാണ് അവർക്ക് അത് ചെയ്തു കൊടുക്കുക in a very concise way so that they learn. And the one challenge that we face is കയറുമ്പോഴേ എപ്പോഴാണ് അരങ്ങേറ്റം, കയറുമ്പോഴേ എപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ പോവുക, ഇല്ല എപ്പോഴാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റും. with regard to Kerala, in our school the third one is not there because we don't teach Kalolsavam for Kalolsavam. So that is not applicable in Nrityalaya in our school. So ഈ സ്റ്റേജ് കയറണം ആ ഒരു ആഗ്രഹം is always there for the student. So അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് we cannot negate it. We have to keep that in mind. And അത് എങ്ങനെ എത്ര how best we can make it happen ആണ് question. So we do have to keep that in mind and teach when we teach the students. Adana like the change is like it's like an ocean of difference from where I started to where I am today.
സർ ഒന്നുകൂടെ ചോദിക്കാം, എൻ്റെ കൂടെ ഒപ്പം ഞാൻ ചോദ്യോത്തരമല്ല എങ്കിലും പോലും നമ്മുടെ ഈ ഓൺലൈൻ ടീച്ചിങ് സംവിധാനം ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ആഫ്റ്റർ കൊറോണ, തീർച്ചയായിട്ടും അത് വലിയ സമൂഹത്തിന് അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഓൺലൈനിൽ തന്നെ നൃത്തം ചെയ്യുകയും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്തിടുകയും ചെയ്യും. അപ്പോൾ ഈ നൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്യത്തിൻ്റെ ആ ഒരു പരിസരത്തിൽ എങ്ങനെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉള്ള ഈ നൃത്തത്തെ കാണുന്നത് സർ? Online is something that is inevitable post-COVID for sure. And it is good in some ways because online ഈ കോവിഡ് സമയത്ത് ഇപ്പം നമ്മൾ വിചാരിച്ചാലും